സർക്കാരിന്റെ കണക്കനുസരിച്ച് കേരളത്തിൽ 2024 മാത്രം 1,15,046 പേർക്കാണ് നായകടിയേറ്റത്. സംസ്ഥാന സർക്കാരിന്റെ കണക്കിൽ 3.16 ലക്ഷം പേർക്ക് കടിയേറ്റിട്ടുണ്ട്. വീടുകളിൽ വളർത്തുന്ന നായ്ക്കളുടെ എണ്ണം കൂടി ചേരുന്നതാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ കണക്ക്. ഈ വർഷം ജനുവരിയിൽ മാത്രം 11,649 പേർക്ക് നായകടിയേറ്റു. ഒരു മാസം തന്നെ ഇത്ര പേർക്ക് കടിയേൽക്കുകയാണ്. ഇവിടെ എല്ലാ നിയന്ത്രണവും വിട്ട് ഗുരുതരമാണ് സ്ഥിതി. റോഡിലിറങ്ങിയാൽ കടിയേറ്റില്ലെങ്കിൽ ഭാഗ്യം എന്നേ ഉള്ളൂ. നായ്ക്കൾ ഓടിക്കാത്ത ഒറ്റ ദിവസം പോലും ഉണ്ടാകില്ല എന്നും പറയാം. മാലിന്യ കൂമ്പാരങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ഇവ തെരുവിൽ വളരുന്നത്. ആശുപത്രികളുടെയും സ്കൂളുകളുടെയും കോളേജുകളുടെയും റെയിൽവേ സ്റ്റേഷനുകളുടെയും പരിസരങ്ങളിൽ ഇവയ്ക്ക് വേണ്ടത്ര ഭക്ഷണം ലഭിക്കുന്നുണ്ട്. നായ്ക്കൾക്ക് അനുകൂലമായ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുന്നതിൽ നമുക്കും ഒരു പങ്കുണ്ട്. ഇത്രയേറെ നായ്ക്കൾ അലയുന്ന ഈ തെരുവുകളിൽ ഭക്ഷണം ആവശ്യത്തിന് കിട്ടിയില്ലെങ്കിൽ സ്ഥിതി ഗുരുതരമാവുകയും ചെയ്യും. ഇവ അക്രമാസക്തരാകും. ഫലത്തിൽ സൂചി കൊണ്ട് എടുക്കാവുന്ന നിലയിലല്ല സ്ഥിതി. നായ്ക്കളുടെ ആക്രമണം കേരളത്തിലെ മാത്രം പ്രശ്നമല്ല. ഗുജറാത്തിൽ 3,92,837 പേർക്കാണ് കഴിഞ്ഞ വർഷം നായകളുടെ കടിയേറ്റത്. കർണാടകയിൽ 3,61,494 പേർക്ക്, ബീഹാറിൽ 2,63,930 പേർക്ക്, തമിഴ്നാട്ടിൽ 4,80,427 പേർക്ക്. ഇങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളെയും ഇത് അതീവ ഗുരുതരമായി ബാധിക്കുന്നു.